നാലു ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട മനോഹരമായ ദ്വീപാണ് കണ്ണൂർ ജില്ലയിലെ പാമ്പുരുത്തി ദ്വീപ്. 99% മുസ്ലിം സമുദായങ്ങൾ താമസിക്കുന്ന ഈ ദ്വീപിൽ മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ഒരു പുരാതന കാവുണ്ട്. പാമ്പുരുത്തി ശ്രീ കുറുമ്പ പുതിയ ഭഗവതി ക്ഷേത്രം. ഈ കഴിഞ്ഞ ഡിസംബർ 25, 2024 ഇവിടെ ഒരു വിശേഷ ദിവസമാണ്. ക്ഷേത്രനടയിൽ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പണവും പുതുതായി നിയമിതനായ എംബ്രോൻ്റെ ആചാരപ്പെടുത്തലും. നോക്കാം കണ്ണൂർ ഷറഫ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്ന് ചുറ്റിക്കെട്ടി ഒന്ന് ഒതുക്കി വസ്ത്രങ്ങൾ വെക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാം തയ്യാറാക്കി വെക്കുക. അരി കഴുകി ക്ഷേത്രത്തിന്റെ പിന്നിലുള്ള ശുദ്ധജലം കൊണ്ടുവന്ന് കലം അടുപ്പ്. ഇന്ന് ധനുമാസം 10 ചിത്തിര നക്ഷത്രം. പൊങ്കാല സമർപ്പണത്തോടെ ഒരു പകൽ നീണ്ടുനിന്ന ആ ചടങ്ങ് നടക്കുകയുണ്ടായി. ക്ഷേത്ര ഊരാള കുടുംബാംഗമായ കെ പുഷ്പജനെയാണ് പുതിയ എംബ്രോനായി ആചാരപ്പെടുത്തുന്നത്. നീണ്ട 40 വർഷത്തിന് ശേഷമാണ് ക്ഷേത്ര കുടുംബാംഗമായ ഒരു വ്യക്തി ആ സ്ഥാനം ഏറ്റെടുക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ ചടങ്ങിൽ. എല്ലാ സ്ഥലത്തും അഗ്നി ആയതുകൊണ്ട് നിങ്ങളുടെ വസ്ത്രം വളരെ ശ്രദ്ധിക്കണം. അല്പസമയം കൊണ്ട് സ്ഥാനാരോഹണ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം പൊങ്കാല കലശത്തിലും തീർത്ഥം ധരിച്ച് ശുദ്ധീകരിച്ചാണ് ചടങ്ങ് ആരംഭിക്കുക. വെള്ളം കൊണ്ടുവരാത്തവർ ഇവിടുന്ന് അത് കൗണ്ടറിൽ നിന്ന് വാങ്ങണം. തേങ്ങ അല്പസമയം ക്ഷേത്രമുറ്റത്ത് തയ്യാറാക്കിയ പ്രധാന അടുപ്പിൽ പുതുതായി നിയമിതനായ എംബ്രോൻ അഗ്നി തെളിയിക്കുന്നതോടുകൂടി പൊങ്കാല എന്ന ആചാരത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇവിടെ നിന്ന് തീ മറ്റ് അടുപ്പുകളിലേക്ക് കൈമാറി അങ്ങനെ
നൂറുകണക്കിന് സ്ത്രീകൾ ദേവിയെ സാക്ഷിയാക്കി പൊങ്കാല എന്ന മഹത്തായ ആ കർമ്മം നിർവഹിക്കുന്നു. പൊങ്കാല എന്ന വാക്കിൻ്റെ അർത്ഥം തിളച്ചുമറിയുക എന്നാണ്. സൂര്യനെ സാക്ഷിയാക്കി ദേവിക്കുള്ള ആത്മസമർപ്പണമാണ് പൊങ്കാല. പൊങ്കാല കലത്തിലെ വെള്ളവും അരിയും തിളച്ചു വരുന്നത് വരാനിരിക്കുന്ന അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം. ഇതിൽ തേങ്ങയും കുത്തരിയും പിന്നീട് വെല്ലവുമൊക്കെ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. ദേവിക്ക് സമർപ്പിച്ചതിന് ശേഷം അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നു ഈ പാകം ചെയ്ത നിവേദ്യം. ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സൂര്യനെ സാക്ഷിയാക്കി ദേവിക്കുള്ള ആത്മസമർപ്പണമാണ് പൊങ്കാല. തിളച്ചുമറിയുക എന്ന അർത്ഥമാണ് പൊങ്കാല എന്ന വാക്കിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊങ്കാല കലത്തിലെ വെള്ളവും അരിയും തിളച്ചു മറിയുമ്പോൾ വരാനിരിക്കുന്ന അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നു. കിഴക്കു ഭാഗത്താണ് ആദ്യം തിളച്ചു മറിയുന്നതെങ്കിൽ മനസ്സിൽ ആഗ്രഹിച്ച നല്ല ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. संदोह संबुड़मौक्तिग उषातप्रदापूर्ण भोगिनी भुवनेश्वरी अंबिका नादिदना हरिब्रह्मेन्द्र सेविदा नारायणी नादरूप नामरूपा विवर्जिता श्रींगारी श्रीमती हृद्या हेयोपादेयवर्जिता राजराजार्चिता राज्ञी यम्या राजीवलोचना രഞ്ജിനി രമണീരസ്യ. ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.